ഒരു മോഡലൊക്കെയാണ്, അതും ഒരു പെജന്റിന്റെ ഒക്കെ ടൈറ്റിൽ വിന്നർ ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അത്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയുക, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അത് പെട്ടെന്ന് സംഭവിക്കുന്നുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അതിന്റെ ത്രില്ലിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. എല്ലാവരുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ. ഞാനൊക്കെ ഒരു 3 വർഷമായിട്ട് മോഡലിംഗ് ഫീൽഡിലുണ്ട്. ഇതുവരെയ്ക്ക് എനിക്ക് ഒരു മഞ്ചടിക്കുരു പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു ടീച്ചർ ആയിരുന്നിട്ട് കൂടി മോഡലിംഗ് ആയിരുന്നോ നേരത്തെ തൊട്ട്? ഇല്ല, ഞാൻ മോഡലിംഗ് ചെയ്തിട്ടില്ല. തുടക്കകാലത്ത്, അതായത് എൻ്റെ PG ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്കൊരു ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു SL ആനന്ദ് പറഞ്ഞിട്ട് മാതൃഭൂമിയിലെ ഒരു വലിയൊരു ഫോട്ടോഗ്രാഫറാണ്. ആള് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ അതിൽ എന്നെയാണ് സെലക്ട് ചെയ്തത്. മാതൃഭൂമിയുടെ 2004 വാർഷിക പതിപ്പിലത്തെ കവർ പേജ് ഞാനായിരുന്നു. 2004? യെസ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ചെറുതായിട്ട് ഒന്ന് എൻ്റെ മുഖം ഒക്കെ ആൾക്കാർ കണ്ടു തുടങ്ങി. 2004 ഈ പിക്ചർ വരുന്നു. 2005 ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. മാരീഡ് ആണോ? യെസ്, മാരീഡ് ആണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷം, 2005 കല്യാണം കഴിഞ്ഞു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? നല്ല വയസ്സ്. അത് പറയത്തില്ല. മാരീഡ് ആയിരുന്നല്ലേ? ഓക്കെ. അപ്പൊ കുട്ടികൾ 2 ആൺകുട്ടികളാണ്. മൂത്താള് റയൻ, രണ്ടാമത്തെ ആള് ആരൻ, മൂത്താള് മെർച്ചന്റ് നേവിയിലേക്ക്. അത്രയും വലിയ മോനുള്ള ഒരു അമ്മയാണോ ഇത്? എന്നിട്ടാണ് ടൈറ്റിൽ വിന്നർ ഒക്കെ കിട്ടിയത്. ഏറ്റവും അപ്പൊ ഒരു ഏജ് ഒരു പ്രശ്നമേ ഇല്ല ഈ ഒരു ഫീൽഡിലല്ലേ? ഒരിക്കലും അല്ല. നിങ്ങളുടെ ഡ്രീംസ് അതിന് കുറച്ചൊരു ഹാർഡ് വർക്ക്, നിങ്ങൾ എത്രത്തോളം പാഷനേറ്റ് ആണോ, പിന്നെ ബാക്കിയൊക്കെ എനിക്ക് ഒരു കൈൻഡ് ഓഫ് ഐ ജസ്റ്റ് മാനിഫെസ്റ്റഡ് സർട്ടൻ തിങ്സ്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ഒരു ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എക്സൈറ്റ്മെന്റ്, അതിലാണ് എനിക്കിപ്പോഴത് വിശ്വസിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. മാരീഡ് ആയിട്ട് അത് ഇത്രയും പ്രായമുള്ള ഒരു മോനൊക്കെ ഉണ്ടിട്ട് ഇപ്പൊ തന്നെ പല വീട്ടമ്മമാരുടെയും ആഗ്രഹമാണ് ഒന്ന് ഷോസിൽ ഇറങ്ങി നോക്കണം. അവരുടെ കൊച്ചു കുട്ടികളെ മാത്രമായിരിക്കും ഷോസിൽ ഇറക്കുന്നത്. പക്ഷേ ചേച്ചി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഒരു വീട്ടമ്മമാർക്കും ഷോസ് ചെയ്യാം, വിൻ ചെയ്യാം. അപ്പം പ്രാക്ടീസ് ഒന്നുമില്ല, ഇതിന് മുമ്പ് ഒരു ഷോസും ചെയ്തിട്ടില്ല? ഇല്ല. എനിക്ക് മുൻ പരിചയം ഇതിലുണ്ടായിരുന്നത്, ഞാനൊരു ടീച്ചറാണല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതിനൊക്കെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. ഞാൻ BEd ചെയ്തതിന്റെ ആ ഒരു ഇത് പുതുക്കാനായിട്ട് എന്നെ ഗസ്റ്റായിട്ട് ചില സ്ഥലങ്ങളിലേക്ക് വിളിക്കുമ്പോൾ, അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ബ്യൂട്ടി പെജന്റിന്റെ ഇതിലേക്ക് അവിടുത്തെ കോൺടെസ്റ്റൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് ആക്ച്വലി. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, വൈ കാൺട്ട് യു ജോയിൻ, നിങ്ങൾക്ക് ഇതിന് പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അറ്റ് ദാറ്റ് ടൈം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുറേ വർഷമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റേജിൽ കയറിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും ഇതൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊന്നും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ രീതിയിൽ ക്ലാസ് എടുത്തിട്ട് പോയി. പക്ഷേ അവിടുന്ന് എനിക്കൊരു സ്പാർക്ക് വീണിരുന്നു, എന്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഐ ഡിസൈഡഡ് ടു ചാലഞ്ച് മൈസെൽഫ്. കാരണം എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ലൈഫിൽ എന്തെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. ജസ്റ്റ് ഒരു വീട്ടമ്മ എന്നുള്ളതിലുപരി എന്തെങ്കിലും ഒരു ടാഗ് ലൈൻ ഉണ്ടാവുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അവിടെ തൊട്ടിട്ട് ഐ ഡോണ്ട് നോ, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര റിക്കറൻ്റ് ആയിട്ട് എനിക്ക് ഡ്രീംസിൽ വരുമായിരുന്നു ഇതേപോലെ ഞാനിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ. പക്ഷെ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ എൻ്റെ ഡ്രീമും എൻ്റെ ഡെയിലി ലൈഫും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിത് റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതും ഈ ക്രൗണിങ് മൊമെന്റ് വരെ എൻ്റെ ഡ്രീമിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു പരിചയവും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റാമ്പിൽ ഇറങ്ങിയ സമയത്ത് നമുക്കൊരു ടെൻഷൻ കാണും. ഞാനിപ്പോൾ റാമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ എത്ര നമ്മൾ ഷോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു നെഞ്ചിലൊരു ഇടുപ്പുണ്ട്. ആ ഒരു സ്റ്റേജിൽ കയറി അത്രയും ക്രൗഡ് കാണുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഒരു ഷോസിൽ ഇറങ്ങും, അത് ഇത്രയും ഒരു വലിയ പെജന്റില്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഫീല്? കിട്ടോ ഇല്ലേന്നല്ല, ആ ഒരു ടെൻഷൻ. ആ ടെൻഷനിൽ നിന്ന് നമുക്ക് ഇന്ന ഒരു ടൈറ്റിൽ വിന്നർ കിട്ടിയപ്പം ഹൗ യു ഫീൽ? അത് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഫസ്റ്റ് ടൈറ്റിൽ വിന്നർ ആയിരുന്നില്ല, മിസ്സസ് ആറ്റിറ്റ്യൂഡ് 2025 ആയിരുന്നു. അത് കുറച്ചൊരു വലിയ പെജന്റ് ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐ ഡിസൈഡഡ് ടു ചാലഞ്ച് മൈസെൽഫ് എന്നുള്ള. അവിടെ നിന്നാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ പോയ സമയത്ത് എനിക്ക് കുറച്ച് ഒരു എന്താ പറയുക, നമുക്ക് കുറച്ചൊരു മുൻധാരണ എന്ന് പറയില്ലേ. അപ്പോൾ അവിടെ എത്തിയപ്പം അതെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്.